ഓമനക്കുട്ടൻ, പ്രസാദം. ഇന്ന് പിറന്നാളല്ലേ? അതെ. എങ്ങനെ മനസ്സിലായി? ആ, ഇത്രയും നാളായി ഞാനെങ്കിലും ഇത് അറിഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താ? ഞാൻ അമ്പലത്തിൽ പോയി ഓമനക്കുട്ടന്റെ പേരിൽ ഒരു അർച്ചന നടത്തി വരിക. അയ്യോ, ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണോ? ഓമനക്കുട്ടന്റെ അമ്മ എടുത്തുണ്ടെങ്കിൽ അമ്മ ചെയ്യില്ലേ? അങ്ങനെ ഞാൻ കരുതിയാ മതി. അതുകൊണ്ടല്ല, ഞാൻ അമ്പലത്തിലേക്ക് പോകാനായിട്ട് ഇറങ്ങുകയായിരുന്നു. അപ്പൊ ഞാനാണ് പിറന്നാളിന് ശകുനം അല്ലേ? നല്ലതാ നല്ലതാ. പിന്നെ ഇന്ന് രാത്രി ഭക്ഷണം എന്റെ വീട്ടിലാ. പോരെങ്കിൽ ബിന്ദുവിന്റെ ഇളയച്ചനെല്ലാം വരുന്നുണ്ട്. അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുകയും ചെയ്യാമല്ലോ. വരില്ലേ? ഓ, വരാം. ഞാൻ വരട്ടെ? ഞാൻ വഹിക്കന്നെ വരും. നമസ്കാരം. എന്താ പതിവില്ലാതെ അമ്പലത്തിൽ? ഇന്നെന്റെ ജന്മനാളാണ്. ഓ, നന്നായിരിക്കട്ടെ. ഓമനക്കുട്ടൻ വന്നിട്ട് ഇതുവരെ എന്റെ വീട്ടിൽ നിന്ന് ആഹാരം കഴിച്ചിട്ടില്ലല്ലോ. അപ്പോ പിറന്നാളായിട്ട് രാത്രി ഭക്ഷണം വീട്ടിൽ നിന്ന് ആയിക്കോട്ടെ. ശരി, വരാം. പിന്നെ ഇന്ന് രാത്രി ഭക്ഷണം എന്റെ വീട്ടിലാ. പോരെങ്കിൽ ബിന്ദുവിന്റെ ഇളയച്ചനെല്ലാം വരുന്നുണ്ട്. അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുകയും ചെയ്യാമല്ലോ. വരില്ലേ? ഓ, വരാം. അല്ല, ഭക്ഷണം ഉച്ചയ്ക്കാക്കുന്നതിൽ വിരോധമില്ലല്ലോ? അത് ഉച്ചയ്ക്ക് ഞാൻ വീട്ടിലുണ്ടാവില്ല. ഞാനൊരു പുതിയ വീട് പണിയുന്നുണ്ട്. അതിന്റെ കല്ലിടിയൽ കർമ്മമാണിന്ന്. എന്താ, വൈകുന്നേരം വരാൻ പ്രയാസമുണ്ടോ? അതോ അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോ വിളിച്ചതുകൊണ്ട് ക്ഷണത്തിന് മാന്യതയില്ലെന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഞാൻ വരാം, തീർച്ചയായും വരാം. ഞങ്ങൾ കരുതി ബാങ്ക് മാനേജർ എന്നൊക്കെ പറഞ്ഞാല് ഇത്തിരി തടിയും പൊക്കമൊക്കെ ഉള്ള ആളാണെന്നാ. ഇതാകപ്പാട് ഇത്രയല്ലേ ഉള്ളു കേട്ടാ. ഇതാ ചേച്ചി ഞാൻ പറഞ്ഞു, ഇവക്ക് ബുദ്ധിയില്ലെന്ന്. എടേ, ബാങ്ക് മാനേജറുടെ ജോലി എന്ന് പറഞ്ഞാ ബാങ്കിൽ നിന്ന് കണക്കെഴുതാനുള്ളതാ, അല്ലാതെ ഗുസ്തി പിടിക്കാനുള്ളതല്ല. അങ്ങനെ കൊച്ചാക്കൊന്നും വേണ്ട. അത്യാവശ്യം ഗുസ്തി പിടിക്കേണ്ടി വന്നാൽ ഓമനക്കുട്ടൻ പുറകോട്ടൊന്നും പോകത്തില്ല, അല്ലേ ഓമനക്കുട്ട? പിന്നെ ഇനി അധികം വൈകാതെ ഞങ്ങളുടെ നാട്ടിലോട്ടൊക്കെ ഒന്ന് വരണം. അവിടെ വേറെയും കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. എല്ലാവരുമായിട്ടൊന്ന് പരിചയപ്പെടണ്ടേ? ഞാൻ കൈ കഴുകിയിട്ട് വരാം. അല്ല, ഇതാരായത്? എന്താണ് രാജപ്പ, നിനക്ക് വഴി വല്ല തെറ്റിപ്പോയോ? എന്താ അപ്പച്ചി വലിയൊരു സഭയൊക്കെ കാണുന്നു? നീ വലിയ വർത്താനം ഒന്നും പറയണ്ട. ഇത്രയും നാളായിട്ട് നീ ഇപ്പോഴല്ലേ ഒന്ന് കേറിയത്. നീ വന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് വേറെ ആൾക്കാരൊക്കെ ഉണ്ട്. എന്നാൽ ഇപ്പൊ ആഹാരം കഴിക്കേ. വേണ്ട അപ്പച്ചി, രാത്രി വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അമ്മ വഴക്കുറയും. എന്നാ പായസമെങ്കിലും കഴിക്കേ. അയ്യോ വേണ്ട അപ്പച്ചി, രാവിലെ മുതൽ പായസം കുടിച്ച് വയറ് വീർത്തിരിക്കുക. ഇന്ന് വീട്ടിൽ പായസം വെച്ചോ? എന്താ കാര്യം? അതിപ്പോ ഇവിടെ എന്താ അപ്പച്ചി പായസം വെച്ചത്? ഇവിടെ പായസം വെക്കാൻ വല്ല കാരണം വേണോ? അങ്ങനെയാണെങ്കിൽ അമ്മ വെച്ചതിനും പ്രത്യേകിച്ച് കാരണം ഒന്നുമില്ല. ഓമനക്കുട്ട സാറോട് ഉണ്ടായിരുന്നു. ഓമനക്കുട്ടൻ രാജപ്പന് അറിയാമോ? എന്റെ ബന്ധുവാണ്. അവന്റെ അമ്മ അവനെ പ്രസവിച്ചേ ഉള്ളൂ. വളർന്നത് മുഴുവൻ എന്റെ അടുത്താ. ഞാൻ പോട്ടെ. ശരി, എന്നാ നീ പോയിക്കോ. ഓമനക്കുട്ട സാർ അങ്ങോട്ട് ഉണ്ടെങ്കിൽ ഒരു ഫ്രീ ലിഫ്റ്റ് കിട്ടിയേനെ. ഇല്ലില്ല, സാർ വരില്ല, നീ പോയിക്കോ. ഞാൻ പോട്ടെ, സമയത്രയായല്ലോ. പോണോ? ശരി, ഒരു മിനിറ്റ്. ഞാൻ അവരെ ഇപ്പൊ വിളിക്കാം. ഇതാ നോക്കൂ, ഓമനക്കുട്ടൻ പോണോന്നാ. ഇങ്ങോട്ട് വരൂ മോളാ, ഇങ്ങോട്ട് വരുന്നേ. ഞാൻ വരട്ടെ. അങ്ങനെ യാത്ര പറഞ്ഞിട്ട് പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ, നമ്മളിനി കാണണ്ടേ. വരട്ടെ. അമ്മേ, ദേ ഓമനക്കുട്ട സാറിനെ കൊണ്ടുവന്നിട്ടുണ്ട്. എടാ, കവിത വീണ പിടിക്കാൻ പോയിട്ട് ഇതുവരെ തിരിച്ചു വന്നില്ലല്ലോ. ഇനി ഞാൻ പോയി വിളിച്ചോണ്ട് വരണായിരിക്കും. എന്നെ കൊണ്ടുപോയ്യ, ഞാൻ കുളിക്കാൻ പോവാ. എന്താ എത്ര വൈകിയത്? എനിക്ക് ഒന്ന് രണ്ട് ആൾക്കാരെ കാണാനുണ്ടായിരുന്നു. എനിക്കറിയാം, നിങ്ങളെപ്പോലുള്ള ആൾക്കാരെല്ലാം വലിയ തിരക്കുള്ളവരല്ലേ. അതുകൊണ്ടാണ് ഞാൻ കൂടെ കൂടെ വിളിച്ച് ബുദ്ധിമുട്ടിക്കാത്തത്. ചോറ് വിളമ്പട്ടെ? നല്ല വിശപ്പുണ്ടായിരിക്കും അല്ലേ? ടാങ് ടാങ്.
നിങ്ങൾ എന്താ ഈ പറയുന്നത് അങ്കമണി കുഞ്ഞമ്മേ? ഇതൊരു വെള്ളരിക്ക പട്ടണം പോലെ ആയിരിക്കാണല്ലോ. മഹേശ്വരമ്മ വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടുപോകുന്നു, അത് മോള് തന്നെ കൊണ്ടുപോകുന്നു. ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങളുടെ പോലെ കല്യാണം കഴിക്കാൻ പോകുന്നു പറഞ്ഞാൽ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ അതൊക്കെ ശരിയാണ്. പക്ഷേ ഓമനക്കുട്ടൻ ഇത് എന്നോട് ആവശ്യപ്പെട്ടതാണ്. ഞാൻ നോക്കിയപ്പോ ഓമനക്കുട്ടൻ എന്റെ മകൾക്ക് പറ്റിയ ഭർത്താവാണെന്ന് എനിക്ക് തോന്നി. ഞാൻ സമ്മതിച്ചു. എന്താ ഉറപ്പുള്ളത്? ഉറപ്പുണ്ട്. അപ്പൊ ഞാൻ കണ്ട മറ്റു കാര്യങ്ങളൊക്കെ? ആ അത് നിങ്ങളെയൊക്കെ ബോധ്യപ്പെടുത്താനായി അവര് കാണിച്ച പരാക്രമങ്ങളായിരിക്കാം. അതിന് ഓമനക്കുട്ടൻ എന്ത് കഴിച്ചു? എന്റെ മെമ്പറെ, ഇതൊക്കെ ദൈവനിശ്ചയമാ. എന്റെ മോനെ കൊണ്ട് മഹേശ്വരിയുടെ മോളെ കല്യാണം കഴിപ്പിക്കാമോ എന്ന് ഞാൻ ചോദിച്ചപ്പോ അവള് പറഞ്ഞു ആലോചിക്കട്ടെ എന്ന്. ഓമനക്കുട്ടന്റെ പുറകെ ചോറ്റുപാത്രം കൊണ്ട് നടന്നിട്ട് ഇപ്പൊ എന്തായി? എനിക്കും അല്പം വാശിയുണ്ട്. ഈ കല്യാണം ഞാൻ നടത്തും. ആളാരെന്നാ പറഞ്ഞത്? ഓമനക്കുട്ടൻ. ഓ, നമ്മുടെ ബാങ്ക് മാനേജർ. നല്ല ബന്ധമാണല്ലോ. നല്ല ചെറുപ്പക്കാരനാണെന്നാ എനിക്ക് തോന്നിയിട്ടുള്ളത്. നല്ല ചെറുപ്പക്കാരെന്ന് മാത്രമല്ല, അന്തസ്സുള്ള തറവാട്ടിലേയുമാ. ഞാൻ ആ വീട്ടിൽ പോയി അമ്മയും അച്ഛനെയൊക്കെ കണ്ടിട്ട് വന്നിരിക്കുക. പിന്നെ ഓമനക്കുട്ടനാണെങ്കിൽ അല്പസമയം കിട്ടിയ ഉടനെ വീട്ടിലോട്ട് വരും. മോക്കാണെങ്കിലും ഇഷ്ടമാണ്. പിന്നെ താമസിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോ പഴയ മാനേജർ പോയത് ഏറ്റവും പ്രയോജനകരമായിട്ട് വന്നത് മഹേശ്വരി അമ്മയ്ക്കാണ് അല്ലേ? എന്നാ ഞാൻ ഇറങ്ങട്ടെ. എന്താ നാത്തന്നെ ഈ വഴിയൊക്കെ? പ്രസിഡന്റിനെ ഒന്ന് കാണാൻ വന്ന. ആ ഉണ്ടകത്തുണ്ട്. പപ്പ, ഗോകുലത്തിൽ തങ്കമണി കുഞ്ഞമ്മ വന്നിരിപ്പുണ്ട്. ഓ, നമസ്കാരം. നമസ്കാരം. കുറെ നാളായല്ലോ ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. ഇരിക്കൂ. ആ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്ത് മംഗളകാര്യമായാലും പ്രസിഡന്റിനോട് ഒരു വാക്ക് പറയുക എന്നുള്ളതാണല്ലോ ഞങ്ങളുടെയൊക്കെ ഒരു വഴക്കം. ആ ഒരു ബഹുമാനം എനിക്ക് തരുന്നതിൽ സന്തോഷമുണ്ട്. വിവാഹമൊക്കെ നിശ്ചയിച്ചു. അറിഞ്ഞു. നല്ല കാര്യമാണ്. എന്തുകൊണ്ടും നല്ല ബന്ധമാണ്. ഇതിനകം ഇതാര് പറഞ്ഞു? മഹേശ്വരി അമ്മ പറഞ്ഞു. ആ പറഞ്ഞോ? എന്ത് പറഞ്ഞു? മഹേശ്വരി അമ്മയുടെ മകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നോ, ആ കുട്ടിയുടെ പരീക്ഷ കഴിഞ്ഞാൽ ഉടനെ ഓമനക്കുട്ടനുമായുള്ള വിവാഹം നടത്താമെന്നോ. നമുക്കെല്ലാം കൂടി സഹകരിച്ച് ഗംഭീരമായി അങ്ങ് നടത്തിക്കളയാം. എന്താ? എന്റെ പൊന്നു നാത്തൂനെ, ഞാൻ എന്തെങ്കിലും ഒരു കാരണമില്ലാതെ ഇങ്ങനെ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമെന്ന് കരുതുന്നുണ്ടോ? ദാ നോക്കിയാട്ടെ, ഇതൊക്കെ ഓമനക്കുട്ടൻ എന്റെ മോക്ക് എഴുതിയ കത്തുകളാണ്. എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും മഹേശ്വരി? എന്റെ വീട്ടിൽ വന്ന് എന്റെ മകളെ ഇഷ്ടമാണെന്നും കല്യാണം കഴിക്കണമെന്നും ഓമനക്കുട്ടൻ എന്നോട് പറഞ്ഞതല്ലേ? സത്യം പറയാം, ദിവസം 4 തവണയെങ്കിലും ബിന്ദുമോളെ ബാങ്കിൽ നിന്ന് വിളിക്കാറുണ്ട്. എടാ എടാ ചാക്കോ, ഇത് നമ്മൾ പരസ്പരം കാര്യങ്ങൾ പറയാത്തത് കൊണ്ട് വന്ന കുഴപ്പമാണ്. ആ എന്റെ ഭാഗത്തുണ്ട് തെറ്റ്. കൊച്ചമ്മ എന്നെ വിളിച്ച? ആ എടാ, ആ ഓമനക്കുട്ടൻ ദിവസവും ബിന്ദുമോളെ ഫോണിൽ വിളിക്കാറില്ലടാ? ഉണ്ട്. ആ മിക്കവാറും ഫോൺ ഞാനാ കൊച്ചിനടുത്ത് കൊടുക്കാറുള്ളത്. എന്താ സംസാരിക്കാറുള്ളത് ഞാൻ ശ്രദ്ധിക്കാറില്ല. ആ ഒരു വഴക്കം എനിക്കില്ല. അത് 2 കൊച്ചമാർക്കും അറിയാവുന്നതാണല്ലോ. ആ പോ. അവളാണെങ്കിൽ പരീക്ഷയ്ക്ക് പഠിക്കാൻ ഹോസ്റ്റലിൽ താമസിക്കുക. പരീക്ഷ തീരുന്നവരെ അവളിതൊന്നും അറിയാൻ പാടില്ല. അറിഞ്ഞാൽ അപ്പം അവളുടെ പഠിത്തം തീരും. മഹേശ്വരിയുടെ മകളെന്ന് പറഞ്ഞാൽ എന്റെ മകളെ പോലെ തന്നെയാ. ഓമനക്കുട്ടൻ എന്റെ മകളെ കല്യാണം ആലോചിച്ചത് ഞങ്ങൾക്ക് മാത്രമേ അറിയൂ. പക്ഷേ ഇവിടത്തെ കാര്യങ്ങൾ നാട്ടിൽ തന്നെ പലരും അറിഞ്ഞിരിക്കുന്നു. ഏതായാലും ഞാൻ ഓമനക്കുട്ടനെ കണ്ട് വേണ്ടതുപോലെ കൈകാര്യം ചെയ്തോളാം. നാത്തുനെ, സംസാരിക്കുമ്പോ സൂക്ഷിക്കണേ. ആ ഓമനക്കുട്ടന് ചെറിയ കാര്യം ഇത് മനസ്സ് വേദനിക്കാൻ. ആ പക്ഷെ എനിക്ക് 2 വാക്ക് പറയേണ്ടതായി വരും. ജോയ് സാറേ, ഓ, ഇന്ന് വല്ല വിശേഷ ദിവസമാണോ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇതൊക്കെ തന്നെയാണ് രക്ഷപ്പെടാൻ വേണ്ടി അവരും പറയുന്നത്. ഞാൻ കുറെ ജീവിതം കണ്ടതാണ്. എനിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധമെന്ന് പറയുന്നത് നിങ്ങളെ വീട്ടിൽ വിളിച്ചു കയറ്റി 1 ഗ്ലാസ് വെള്ളം തന്നു എന്നുള്ളതാണ്. അയ്യോ അമ്മേ, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ നിങ്ങൾക്കെല്ലാം ശരിയായിട്ടേ തോന്നുള്ളൂ. പക്ഷേ മേലാലി എരപ്പാളിത്തര എന്നോട് കാണിക്കരുത്.
എന്റെ മകളെ കല്യാണം കഴിക്കാമെന്ന് നിങ്ങൾ പറഞ്ഞത് സൗജന്യത്തിന്റെ പേരിലായിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല. എനിക്ക് എന്റെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത് എന്റെ മകളാണ്. അമ്മ ഞാൻ ബഹളം ഉണ്ടാക്കിയാൽ ബാക്കി ആൾക്കാർക്ക് കൂടി മനസ്സിലാവും. ഞാൻ വന്നത് മേലാൽ എന്റെ വീട്ടിൽ കയറാനും പാടില്ല, എന്റെ മകളുമായി സംസാരിക്കാനും പാടില്ല. അമ്മ ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ. പേടിക്കണ്ട, ബാങ്കിലിട്ടിരിക്കുന്ന കാശൊന്നും ഞാൻ എടുത്തു മാറ്റാൻ പോകുന്നില്ല. പക്ഷെ മേലാൽ അതിന്റെ പേരും പറഞ്ഞ് എന്റെ പടി അടക്കാൻ പാടില്ല. ഛേ, ഇനി ആൾക്കാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? സത്യാവസ്ഥ അറിയാതെ എങ്ങനെ പറയാൻ പറ്റും? നീ കൂടി ഓടുന്നു. ഇവനെന്തിനാ അവരുടെ വീട്ടിൽ നിന്ന് ആഹാരം കൊണ്ടുവരേണ്ട കാര്യം? ആ വീട്ടിലെ പെൺകുട്ടിയാണ് ഇവന് ഉച്ചയ്ക്ക് ആഹാരം കൊണ്ടു കൊടുക്കുന്നത്. ഇത് ആൾക്കാർ കാണുകയല്ലേ? പെണ്ണ് വരുന്നതും പോകുന്നതും ചാപ്പാട് കൊടുക്കുന്നതും. അവിടെ ആൾക്കാർ ആകെ ഇളകിയിരിക്കാം. ഇങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് അവൻ ആ പെണ്ണിനെ തന്നെ കല്യാണം കഴിക്കണം. ആ നമസ്കാരം. ഇരുന്നാട്ടെ. വേണ്ട. ഈ ഭൂമിയിൽ എവിടെങ്കിലും ഒരു സ്വർഗം ഉണ്ടെങ്കിൽ അത് ഇതാണ് തനിക്ക് മുമ്പ് വന്നവൻ പറഞ്ഞു പോയത്. അത് തിരുത്തേണ്ടി വരും. ഈ ഭൂമിയിൽ എവിടെങ്കിലും ഒരു നരകം ഉണ്ടെങ്കിൽ അത് ഇതാണെന്ന് പറയേണ്ടി വരും. തറവാടുത്തുള്ള കുടുംബങ്ങളിൽ കയറി അനാവശ്യം കാണിച്ചാണ്ടല്ലോ, ബാങ്കിൽ നിന്ന് ലോൺ അനുവദിക്കണമെങ്കിൽ ഹെഡ് ഓഫീസിന്റെ അനുവാദം വേണമായിരിക്കും. ഇത് ഞങ്ങൾ അങ്ങ് കൈകാര്യം ചെയ്താൽ മതി. കൈകാര്യം ചെയ്തിട്ടുള്ളവനാ ഞാൻ. നിങ്ങൾ ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കണം. എന്നെ ഒന്നും പറഞ്ഞ് മനസ്സിലാക്കണ്ട. ഊണുമേശയുടെ പുറത്തിരിക്കുന്ന ടിഫിൻകാരര് ഓഫീസ് മേശയുടെ പുറത്തിരിക്കുന്ന കണ്ടപ്പോഴേ ഞാൻ മനസ്സിലാക്കിയതാ. ഞാൻ ഇവിടുത്തെ മെമ്പറാ. ഇവിടുത്തെ ആൾക്കാർ ആകെ ഇളയിരിക്കാണ്. അവിടെ രോഷം ആളി കത്തുന്നതിന് മുമ്പ് നിങ്ങൾ വേണ്ടത് ചെയ്തോ. ഞാൻ എന്ത് ചെയ്യണമെന്നാ? ശബ്ദിച്ചു പോകരുത്. നാളെ വൈകുന്നേരത്തിനകം തന്റെ അച്ഛനെ അവൻ വിളിച്ചു വരുത്തി മഹേശ്വരി അമ്മയെ സംസാരിച്ച് കല്യാണത്തെ കുറിച്ച് തീരുമാനം എടുത്തോണം. ഇല്ലെങ്കിൽ വിവരം അറിയും. ഓഹോ, കൊള്ളാമല്ലോ കിങ്ങിണിക്കര. കേട്ടിടത്തോളം ആൾക്കാരൊക്കെ വളരെ നന്നായിരിക്കുന്നു. ഈ ചുറ്റുപാടിൽ അങ്ങോട്ട് പോയാൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു? എനിക്കൊന്നും അറിഞ്ഞുകൂടാ. പക്ഷെ പോകാതെ നിവർത്തിയില്ല. നിങ്ങൾക്ക് മറ്റേ കുട്ടിയെ വലിയ ഇഷ്ടമാണല്ലേ? ഞാൻ ഈ ജീവിതത്തിൽ ഒരു വിവാഹം കഴിക്കുമെങ്കിൽ അത് ആ കുട്ടി മാത്രമായിരിക്കും. പക്ഷേ ഈ ഒരു പരിതസ്ഥിതിയിൽ നിങ്ങൾ ഒറ്റയ്ക്ക് പോയിട്ട് കാര്യമില്ല. ഞാൻ നിങ്ങളെ സഹായിക്കട്ടെ. എങ്ങനെ? ആരുടെയും ഭീഷണിയെ പേടിച്ചൊളിച്ചോടുന്നത് ശരിയല്ല. ഞാൻ നിങ്ങളോട് വരാം. ഈ വിവാഹം നടത്തി തരികയും ചെയ്യാം. പക്ഷേ ഒരു വ്യവസ്ഥയുണ്ട്. എന്താ അത്? മേലിൽ നിങ്ങൾക്ക് വേണ്ടി കിങ്ങിണിക്കരക്കാരോട് സംസാരിക്കാൻ പോകുന്നത് ഞാനായിരിക്കും. അവരെന്നെ നിങ്ങളുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്നോ ലീഗൽ അഡ്വൈസർ എന്നോ വിളിച്ചോട്ടെ. എന്താ? വിരോധമില്ല. എനിക്കിപ്പോ ആവശ്യം എനിക്ക് വേണ്ടി ശക്തിയായി നിൽക്കുന്ന ഒരാളെയാണ്. എക്സ്ക്യൂസ് മീ. ഹലോ. ആ, ഗുഡ് ഈവനിങ് ഡോക്ടർ. ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു. ഒരു ചെറിയ യാത്രയ്ക്കൊന്ന് പ്ലാൻ ഇട്ടു. കേരളം വരെ ഒരു 10-15 ദിവസത്തേക്ക് കാണും. ഇല്ല, ആ ഗുളിക എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഇഞ്ചക്ഷൻ്റെ കാര്യം ഇല്ല ഡോക്ടർ, അത് എല്ലാ ഞായറാഴ്ചയും മുറ തെറ്റിക്കാതെ ഞാൻ എടുത്തോളാം. ആ, എന്താ അവിടെ ഇഞ്ചക്ഷനെ കുറിച്ചൊക്കെ പറയുന്നത് കേട്ടത്? സുഖമല്ലേ? ഏയ്, അതൊന്നും സാരമില്ല. അങ്ങനെ നാളെ നമ്മൾ ഒരുമിച്ച് യാത്രയാകുന്നു. എന്താ? തെറ്റിദ്ധരിക്കരുത്. ഒരു പരിചയമില്ലാത്ത എനിക്ക് വേണ്ടി ഇത്രയും ബുദ്ധിമുട്ടുക എന്ന് വെച്ചാൽ വിധിയായി കരുതിക്കൊള്ളൂ. ഏതായാലും ആദ്യ പകുതി ഓമനക്കുട്ടൻ ഒറ്റയ്ക്ക് കളിച്ചു. രണ്ടാമത്തെ പകുതി നമുക്ക് ഒരുമിച്ച് കളിച്ചു കളയാം. പക്ഷെ കൂടെ നിൽക്കണം. റൈറ്റ്?